ശ്രീ വി എസ് ശിവകുമാർ, ആം, ആം, അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുപ്രവർത്തനം നിരവധി തവണ നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അത് പോലീസിന്റെ നിരന്തരമായ പെട്രോളിംഗ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു കുട്ടിയെ കാണാതായി 15 മണിക്കൂർ പിന്നിടുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടും പോലീസിന് കാര്യമായ രീതിയിലുള്ള ലീഡ് കണ്ടെത്താൻ ആയിട്ടില്ല. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ അങ്ങേക്ക് ലഭിക്കുന്നുണ്ടോ? അവിടെ ഞാനിന്ന് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെയൊക്കെ കണ്ടു. അതുപോലെ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിച്ച് ആശയവിനിമയം നടത്തി. അപ്പൊ അവര് ഈ വളരെ ഊർജിതമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് അപ്പോൾ തന്നെ അവരോട് അഭ്യർത്ഥിച്ചിരുന്നതാണ്, ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ ഇതുവരെ ഇന്നലെ രാത്രി 12 മണിക്കാണ് കുട്ടിയെ കൊണ്ടുപോയതെന്നുള്ളതാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രക്ഷകർത്താക്കൾ ഇത് അറിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായിരുന്നാലും അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത് ആ പർട്ടിക്കുലർ സ്ഥലത്ത് CCTV ഇല്ല എന്ന് പറയും. പർട്ടിക്കുലർ സ്ഥലത്ത് CCTV ഇല്ലെങ്കിൽ നമ്മുടെ CCTV എല്ലാ സ്ഥലത്തും ഉള്ളത് പരിശോധിക്കാനുള്ള സംവിധാനം പോലീസിനുണ്ടല്ലോ. അത് വളരെ ഫലപ്രദമായിട്ട് ഇപ്പം എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അന്വേഷണത്തിന് വേണ്ടി. വളരെ ഇത്ര 15 കൊണ്ടുപോയി അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലീസിന് വലിയ അപമാനകരമാണ്. അത് വളരെ അടിയന്തരമായിട്ട് ഈ കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കേരളത്തിൽ ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ കാണുകയാണ്. അതിന് ആ കുട്ടിയെ രക്ഷിക്കാനുള്ള കുട്ടിയുടെ ആരോഗ്യം, കുട്ടിയുടെ കൊച്ചുകുട്ടിയാണ്. അപ്പൊ അതെന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഇപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് കൊല്ലത്തെ ഒരു കുട്ടിയെ ഇതുപോലെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ അതൊക്കെ യഥാർത്ഥത്തിൽ മീഡിയാസിന്റെ ഒരു ഇടപെടലിലൂടെയാണ് അത് ഫലപ്രദമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ വലിയ ഒരു പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസ് വലിയ ഒരു സന്നാഹമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് തന്നെ നടപടികൾ സ്വീകരിക്കണം. കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. കുട്ടിയെ കണ്ടെത്തണം. തീർച്ചയായും ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ സമീപകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ വി എസ് ശിവകുമാർ പ്രതികരിച്ചതിന്.